നവമായ ബെനീഞ്ഞ ആഭിമുഖ്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മലയാളത്തിലെ ആദ്യ മിസ്റ്റിക് കവിയും കർമ്മലീത്ത സന്യാസിനി സമൂഹാംഗവുമായ സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ ജന്മശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി പണിതീർത്ത മ്യൂസിയം ഇലഞ്ഞിപ്പൂവിന്റെ ആശീർവാദം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് മിസ്റ്റിസിസം. ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടതും പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് മിസ്റ്റിസിസം ക്രിസ്ത്യാനിറ്റിയുടെ ആത്മാവാണ്. ഈ മിസ്റ്റിക്കൽ ആസ്പെക്റ്റ് ഗൗരവതരമായിട്ട് നമ്മൾ വൈദിക വിദ്യാർത്ഥികളും സമർപ്പിതരും മറ്റു സാഹിത്യകാരന്മാരും കൂടുതലായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് ഈ ബെനീഞ്ഞ അമ്മയുടെ സാഹിത്യ മികവും അവരുടെ കവിതയുടെ പ്രത്യേകതയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തീയതയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പഠിക്കണം. വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ബെനീഞ്ഞാമ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. സമർപ്പിതരാകുമ്പോൾ അവരുപേക്ഷിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നിരന്തരമായിട്ട് പഠിക്കണം. എന്താണ് ലോകമേ യാത്ര, അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കുന്നു, വിട പറയുന്നു എന്നുള്ളത് എന്തിനോടാണ്, എന്താണ് നമ്മൾ വിട്ടുകളഞ്ഞതിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ടോ? അങ്ങനെയുള്ള സെൽഫ് ക്രിട്ടിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഈ വലിയ സമ്മേളനം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ആരാധനാക്രമങ്ങളുടെ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ 3 കുർബാന ക്രമങ്ങളുടെ മഹാത്മ്യവും ഈ മിസ്റ്റിസിസവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പിരിച്വാലിറ്റിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വാസ്തവത്തിൽ അതിൻ്റെ എല്ലാം ഒരു ഇൻ്റർപ്രട്ടേഷനാണ് ഈ അമ്മയുടെ ഈ കവിതകളിൽ, ഈ മിസ്റ്റിക്കലായിട്ടുള്ള വാക്കുകളിൽ, ജീവിത ശൈലിയിൽ എല്ലാം നമ്മൾ കാണുന്നത്. സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ ജന്മശതോത്തര രജത ജൂബിലിയുടെ സമ്മേളനോദ്ഘാടനം മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. CMC സുപ്പീരിയർ ജനറൽ മദർ ഗ്രേസ് തെരേസ് അധ്യക്ഷത വഹിച്ചു. പെരുമ്പടവം ശ്രീധരൻ സിസ്റ്റർ ബെനീഞ്ഞ സ്മരണകൾ പങ്കുവച്ചു. പാലാ രൂപത മുഖ്യ വികാരി ജനറാളും സിസ്റ്റർ മേരി ബെനീഞ്ഞ ഫൗണ്ടേഷൻ ചെയർമാനുമായ മോൺസന്യൂർ ഡോക്ടർ ജോസഫ് തടത്തിൽ, അനൂപ് ജേക്കബ് MLA, ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി, സെന്റ് പീറ്റർ ആൻഡ് പോൾ ഫൊറോന വികാരി ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ, ബെനീഞ്ഞ സാംസ്കാരിക സമിതി പ്രസിഡന്റ് VM മാത്യു, സെന്റ് പീറ്റേഴ്സ് HSS പ്രിൻസിപ്പൽ രാജേഷ് C കുന്നുംപുറം, ഗീത ജോർജ്, സിസ്റ്റർ സിജി തെരേസ്, സിസ്റ്റർ കൃപ മരിയ എന്നിവർ പ്രസംഗിച്ചു. ബെനീഞ്ഞ അവാർഡ് ഡോക്ടർ ജോസ് K മാനുവലിനും വാനമ്പാടി അവാർഡ് റവറൻ ഡോക്ടർ ജെയിംസ് പുലിയുറുമ്പിലിനും മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മാനിച്ചു.